പറയാൻ വാക്കുകൾ വരുന്നു. നിങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാ നല്ല സഹകരണമാണ്. കൊച്ചെപ്പോഴും ഇവിടെ, എൻ്റെ മോനെപ്പോഴും അവിടെ. വിശ്വസിക്കാനാവുന്നുണ്ടോ? ഇപ്പോൾ ഉച്ചയ്ക്ക് 1:30 മണിയായപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ 1 മണിക്ക് പോകുമെന്നാണ് കൊച്ചു പറഞ്ഞത്. ഞാൻ ചോദിച്ചു പോയില്ലേ, ജീവൻ പറഞ്ഞ് 2:30ക്കാണ് പോകുന്നത്. വിശ്വസിക്കാൻ പറ്റിയോ? എല്ലാവരോടും ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടത് വെച്ചല്ലേ. ഈ വീടിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അവിടുന്ന് വന്നപ്പോൾ ഈ വീട്ടിൽ കിടക്കുമ്പം ബുദ്ധിമുട്ടായിരുന്നു. അവരുടെ അമ്മയും പിള്ളേരും തന്നെ താമസിക്കുന്നതെന്നുള്ളത്. എങ്ങനെങ്കിലും പുതിയ വീട്ടിലോട്ട് മാറണമെന്ന് അപ്പം പണിയാൻ എന്ന ആളോട് പറയുമായിരുന്നു, പെട്ടെന്ന് ശരിയാക്കാം, അമ്മയും പിള്ളേരും തന്നെ അന്ന്. ഭർത്താവിനെ കുറിച്ച് എനിക്കറിയത്തില്ല. ഡൈവേഴ്സാ. ഈ ലണ്ടനിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാ നിങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇടപെടലൊക്കെയാണ്? ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വിഷുവിൻ്റെ പിറ്റേ ദിവസമാണ് പോയത്. അങ്ങനെ മിണ്ടുകയും എൻ്റെ മോൻ ഇപ്പോഴും അവിടെ പറയാതാ വന്നത്. ഞാൻ പറഞ്ഞു പറയാതെ വന്നതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു 4 ദിവസത്തേക്ക് വന്നതല്ലേ, എന്തോ പറഞ്ഞിട്ട് വരാനാണ്. രഞ്ജിത എൻ്റെ അപ്പച്ചിയുടെ മകളുടെ മകള്. ഒരു 2 മാസം കൂടെ കഴിഞ്ഞാൽ പൂർത്തിയായനെ. പിന്നെ ഓഗസ്റ്റിൽ വന്ന് താമസത്തിനുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു. അതിന് വന്ന് ബാക്കിയുള്ള ചില ഫോർമാലിറ്റീസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് പോയതാ. ഒരുപാട് സ്വപ്നം കണ്ട് വീട്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. അത് ഒറ്റയ്ക്കാണ്. അതെ, 2 ആങ്ങളമാരുണ്ട്. അതിപ്പം ഒരാൾ മസ്കറ്റിലാണ്, ഇപ്പോൾ ഒരാളിപ്പം ഇവിടെ ഉണ്ട്. ആളും വന്നുകൊണ്ടിരിക്കുകയാണ്, മസ്കറ്റിലുള്ള ആൾ. എന്നിട്ട് നാളെ അവർ 2 ആങ്ങളമാരും കൂടെ ഇവിടെ പോവുക. അതെ, നേരത്തെ ഒരു വീട് കോന്നിയിലുണ്ടായിരുന്നു. ആ വീട് വിറ്റ ശേഷം പിന്നെ പണിതായത്. ഇതിപ്പോൾ ഒരു 7 മാസമായിട്ടുള്ളൂ ഇതിൻ്റെ പണി തുടങ്ങിയിട്ട്. അങ്ങനെ ആയിരിക്കണം. ആര് രഞ്ജിത ഇപ്പം 4 ദിവസത്തെ അവധിക്ക് വന്നതാണ്. വെറും 5 ദിവസത്തെ അവധിക്ക് ആയിട്ട് വന്നതാണ്. വന്ന് ഇവിടെ നേരത്തെ ജോലി ഉണ്ടായിരുന്നു ഗവൺമെൻറ്റിൽ. അത് അതിന് പിന്നെ PSC എഴുതണമായിരുന്നു. അത് എഴുതി അത് കഴിഞ്ഞിട്ട് സെലക്ഷനൊക്കെ ആയിപ്പോയി. ഇപ്പോൾ ഓഗസ്റ്റ് വന്ന് ഇവിടെ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഉദ്ദേശമായിരുന്നു. അതെ, ഭർത്താവ് ഡൈവോഴ്സ് ചെയ്തു. കാരണം പുള്ളി ഈ ലിക്കർ അഡിക്റ്റ് അങ്ങനെ ഒരു കൊണ്ട് നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. ഇല്ല, പുള്ളി ഗൾഫിലാണ്. ഇല്ല, കണ്ടില്ല. അന്ന് മിനിഞ്ഞാന്ന് എനിക്ക് വേറൊരു എൻ്റെ അനിയൻ മരിച്ചു പോയി. അപ്പോൾ അതിൻ്റെ ശവമടക്കം കാര്യങ്ങളും അതിന് പുറകെ പോയി. അപ്പോൾ അത് കാരണം ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല.